മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നു. കല്ലാമൂല സ്വദേശിയായ ഗഫൂറാണ് റബ്ബർ ടാപ്പിംഗിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. MLA AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പുകൾ എഴുതി നൽകിയ ശേഷമാണ് മൃതദേഹം വിട്ടു നൽകാൻ ജനങ്ങൾ തീരുമാനിച്ചത്. കാളികാവ് അടയ്ക്കാക്കുണ്ട് റാവുത്തൻകാട്ടിലെ റബ്ബർ എസ്റ്റേറ്റിലാണ് രാവിലെ 7 മണിക്ക് മുമ്പ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതുവഴിയാണ് അങ്ങോട്ട് കയറി പോകുന്നത്. ഈ നിൽക്കുന്ന മേഖലയിൽ ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ മേഖലയിൽ ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലാണ്. വലിയ പ്രതിഷേധം തന്നെ ഈ ഒരു മേഖലയിൽ ഇതേ തുടർന്നുണ്ടായിരുന്നു. കാരണം ഈ നിൽക്കുന്ന പ്രദേശം നിലമ്പൂർ മലനിരകളോട് ചേർന്നുള്ള മേഖലയാണ്. സൈലന്റ് വാലി മലനിരകളുടെ മറുവശത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ മുൻപും കടുവകളെ കണ്ടതായിട്ടുള്ള വന്യജീവികളെ കണ്ടതായിട്ടുള്ള പരാതികൾ വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. 3 മാസം മുമ്പ് കടുവയെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും വനം വകുപ്പിനെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും വനം വകുപ്പ് കാര്യമായിട്ട് ഇടപെട്ടില്ല എന്നൊരു പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനിപ്പോൾ ഒരു മനുഷ്യജീവൻ പൊലിയേണ്ടി വന്നു എന്ന തരത്തിലാണ് പ്രതിഷേധം ഉയർന്നത്. ഈ ഒരു മേഖലയിലേക്ക് മൃതദേഹം കൊണ്ടുവരികയും ഇവിടെ മൃതദേഹം തടഞ്ഞു നിർത്തി ജനങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇവിടെ ഈ ഒരു കുടുംബത്തിന് അവരുടെ ഈ ഒരു ആശ്വാസധനം അത് സർക്കാർ പ്രഖ്യാപിക്കുന്നത് പോലെ സാധാരണ പറഞ്ഞു പോകുന്ന പോലെ നൽകിയാൽ പോരാ തുടങ്ങിയ ആവശ്യം, കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം, അതോടൊപ്പം ഈ ഒരു മേഖലയിലെ വന്യമൃഗ ഭീതിക്ക് ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നൊരാവശ്യവും ജനങ്ങൾ ഉന്നയിച്ചു. ഈ ആവശ്യങ്ങൾ പരിഹരിക്കാതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു പ്രദേശവാസികൾ. തുടർന്ന് വലിയ പ്രതിഷേധം മേഖലയിൽ നടന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പ്രതിഷേധത്തിന്റെ കൂടെയാണ്. തീർച്ചയായും ബാക്കിയുള്ള കർഷകർക്ക് നാളെ രാവിലെ ടാപ്പിംഗ് തൊഴിലാളി ഇവിടെ കയറും. സാറേ പിന്നെ 14 ലക്ഷം രൂപ കൊടുക്കാൻ 4 ലക്ഷം ജനങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് അതിൽ വനം വകുപ്പിനെ കൊണ്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചത്. ഇടയ്ക്ക് വലിയ തോതിൽ തന്നെ പോലീസിന്റെ നേരെയും ഞങ്ങൾ പ്രതിഷേധമുണ്ടായിരുന്നു. MLA AP അനിൽകുമാറും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയും അടക്കമുള്ള ഉന്നത ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. ഈ ഗഫൂറിന്റെ കുടുംബത്തിന് ആശ്വാസധനമായിട്ടുള്ള പണത്തിൽ 5 ലക്ഷം രൂപ ഉടനടി നൽകും, നാളെ തന്നെ നൽകും. കുടുംബാംഗങ്ങൾക്ക് താൽക്കാലിക ജോലി നൽകാനുള്ള തീരുമാനങ്ങളെടുക്കും. അവർക്ക് സ്ഥിര ജോലിക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകി. ഈ ഒരു ആളെ കൊല്ലിയായി കടുവയെ പിടികൂടുവാൻ ഡോക്ടർ അരുൺ സക്ര നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി അതിന്റെ നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് ഉറപ്പ് കൊടുത്തു. MLA AP അനിൽകുമാർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ DFOയുമായി ചർച്ച നടത്തി, സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തി. അവർ നൽകിയ ഉറപ്പ് അത് ജനങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു മേഖല ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ്. വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യം ഉയരുകയാണ്. ഇനിയുള്ള നടപടികൾ, സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ഉയരുമെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു മനുഷ്യജീവൻ വീണ്ടും പൊലിയേണ്ടി വന്നു. ഈ വന്യമൃഗ ശല്യത്തിന് സർക്കാർ കാര്യക്ഷമമായി ഇടപെടുവാൻ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കടുവയെ പിടികൂടാൻ നടപടി തുടങ്ങിയതായി വനമന്ത്രി AK ശശീന്ദ്രൻ. കടുവയെ വെടിവെച്ച് പിടികൂടും. മുത്തങ്ങയിൽ നിന്ന് കുങ്കിയ ആനകൾ എത്തും. ഡോക്ടർ അരുൺ സഖറയും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു ഇന്ന് തന്നെ കുടുംബത്തിന് നൽകും. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുന്നത് പരിഗണിക്കും. താൽക്കാലിക ജോലി ഉടൻ നൽകാൻ തീരുമാനമായിട്ടുണ്ട്. പ്രദേശത്ത് ജാഗ്രത പാലിക്കാനും തുടർ നടപടി സ്വീകരിക്കാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും വനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന മുൻ മന്ത്രി G സുധാകരന്റെ വെളിപ്പെടുത്തലിൽ നടപടി തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുധാകരന്റെ പ്രസ്താവന അതീവ ഗുരുതരമെന്ന് വിലയിരുത്തിയ കമ്മീഷൻ ജില്ലാ കളക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നായിരുന്നു G സുധാകരന്റെ വെളിപ്പെടുത്തൽ. നിങ്ങളുടെ എല്ലാം MSCPയുടെ വലിയ നേതാവായിരുന്ന ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ്, അപ്പൊ നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്. അവയെല്ലാം ദേശീയാധ്യക്ഷ ഞങ്ങൾ പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. ഇത് എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല.
താൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ 36 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വമാണ് സുധാകരൻ തുറന്നു പറഞ്ഞത്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലാണ് സുധാകരന്റെ വാക്കുകൾ. KV ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് പരിശോധിച്ച് തിരുത്തൽ വരുത്തിയെന്നാണ് സുധാകരൻ പറഞ്ഞത്. CPM നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയ സുധാകരന്റെ വെളിപ്പെടുത്തലിൽ പാർട്ടി പ്രതികരിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പെയുള്ള സംഭവമാണെങ്കിലും സുധാകരന്റെ തുറന്നു പറച്ചിൽ ഗുരുതരമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയത്. കമ്മീഷൻ ജില്ലാ കളക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. സുധാകരന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുകയാണ്. CPM കാലങ്ങളായി നടത്തുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് സുധാകരൻ തുറന്ന് സമ്മതിച്ചതെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ജില്ലാ കളക്ടർക്ക് എന്ത് നിർദ്ദേശമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്? വളരെ ഗൗരവത്തോടെ വിഷയം കാണുന്നതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ വ്യക്തമാക്കുന്നത്. ഇതിൽ അന്വേഷണം നടത്താൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതീവ ഗൗരവത്തോടെ വിഷയം കാണുന്നു. മാധ്യമങ്ങളെന്ന വാർത്ത അതീവ ഗൗരവമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നു. 89-ലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് തപാൽ വോട്ടിൽ കൃത്രിമം കാണിച്ച വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്ത് ഇത്തരം വെളിപ്പെടുത്തലുകൾ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കുന്നു. ഗുരുതരമായ നിയമ ലംഘനമാണിത്. തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ച വെളിപ്പെടുത്തലിന്മേൽ FIR ഇട്ട് കേസ് എടുക്കാനും വിശദമായ അന്വേഷണം നടത്താനുമാണ് നിർദ്ദേശം. ആലപ്പുഴ ജില്ലാ കളക്ടറോടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൾക്കർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുധാകരന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കാണുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ലഭിച്ച ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിക്കും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന അതിഗുരുതരമായ ആരോപണമാണ് CPM-ന്റെ മുതിർന്ന നേതാവ് G സുധാകരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അരുൺ, ഇപ്പോൾ G സുധാകരന്റെ ഈ പ്രസ്താവന, ഈ വെളിപ്പെടുത്തൽ അത് അവഗണിച്ച് കളയുവാനായിരിക്കുമല്ലോ CPM ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ അവഗണിച്ച് കളയാൻ പറ്റുന്നതാണോ? നേതാക്കൾക്ക് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും CPM-ന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വരും. കാരണം CPM-ന്റെ നേതാവായിരുന്നു G സുധാകരൻ. ഇപ്പോൾ അദ്ദേഹം ബ്രാഞ്ച് അംഗമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ അങ്ങനെ തള്ളിപ്പറയാൻ CPM അത്ര പെട്ടെന്ന് കഴിയില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ CPM-ന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പുകളെല്ലാം നിയന്ത്രിച്ച ആൾ കൂടിയാണ് G സുധാകരൻ. അദ്ദേഹം അത്രയധികം പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. അത്തരമൊരു നേതാവാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്തെ കാണിച്ചു എന്ന ആരോപണമല്ല, ആ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംശയമുയരും. CPM-നെതിരെ കോൺഗ്രസ് എപ്പോഴും ഉന്നയിക്കുന്ന ആരോപണം CPM വ്യാജ വോട്ടുകൾ ചേർക്കാറുണ്ട്, അത്തരത്തിൽ കള്ള വോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് വിജയിച്ചു പോകുന്നത്. ഈ KPCC-യുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് CPM-ന്റെ കള്ള വോട്ട് തടയാനായാൽ അടുത്ത തവണ ജയം സുനിശ്ചിതമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. CPM-നെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. എങ്ങനെയാണ് CPM ഇതിന് മറുപടി പറയാൻ പോകുന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കങ്ങൾ വളരെ വ്യക്തമാണ്. സുധാകരന്റെ ഭാഗത്തുണ്ടായത് ഗുരുതരമായ നിയമ ലംഘനമാണ്. അതിന് ആ വിധമുള്ള നടപടി വേണമെന്ന നിർദ്ദേശമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. 1989-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച്, അതും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പൊട്ടിച്ച് അതിൽ തിരുത്തൽ വരുത്തിയെന്നായിരുന്നു മുൻ മന്ത്രി കൂടിയായ G സുധാകരന്റെ തുറന്നു പറച്ചിൽ. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജമ്മുകശ്മീരിലെ അവന്തിപ്പോരയിൽ 3 ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആസിഫ് ഷെയ്ഖും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. രാജ്യം സൈന്യത്തോട് കടപ്പെട്ടതായി ശ്രീനഗറിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജമ്മു കശ്മീരിൽ ഭീകരർക്കെതിരായ നടപടി സൈന്യം തുടരുകയാണ്. പുൽവാമയിലെ നാദർ ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും CRPF-ഉം സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. സുരക്ഷാ സേനയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാ സേനയുടെ തിരിച്ചടിയിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് ഭീകരരായ ആസിഫ് ഷെയ്ഖ്, ആമിർ നാസിർ വാനി, യാവർ അഹമ്മദ് ഭട്ട് എന്നിവരെയാണ് വധിച്ചത്. 3 പേരും പുൽവാമ സ്വദേശികളാണ്. കൂടുതൽ ഭീകരർ പ്രദേശത്തുണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുടരുകയാണ്. ഇതോടെ 2 ദിവസത്തിൽ സുരക്ഷാ സേന വധിച്ച ഭീകരരുടെ എണ്ണം 6 ആയി.
അതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിലെത്തി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. ശത്രുവിന് മറക്കാൻ കഴിയാത്ത പാഠം സൈന്യം നൽകിയതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു. आज आतंकवाद के खिलाफ भारत की प्रतिज्ञा कितनी कठोर है इसका पता इसी बात से चलता है कि हमने उनके न्यूक्लियर ब्लैकमेल की भी परवाह नहीं की है। पूरी दुनिया ने देखा है कि कैसे गैर जिम्मेदाराना तरीके से पाकिस्तान द्वारा भारत को अनेक बार एटमी धमकियां दी गई हैं. നിയന്ത്രണ രേഖയിലെ സാഹചര്യവും പ്രതിരോധ മന്ത്രി വിലയിരുത്തി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂരിലെത്തി സൈനികരെ കണ്ടിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ പരാമർശത്തിൽ മുഖം രക്ഷിക്കാൻ ബി.ജെ.പി. പരാമർശം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതോടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേസെടുത്തതിന് പിന്നാലെ വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തരമായി ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകിയത്. जैसे हमारे मोदी जी समाज के लिए जी रहे, समाज के लिए जान लगा रहे, और जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तेजी करवाई. एक बार मोदी जी के लिए जोरदार ताली बजाएं. ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും അവതരിപ്പിക്കുന്നതിനിടെയാണ് മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ പാർട്ടിയെ വെട്ടിലാക്കിയത്. സൈന്യത്തിന്റെ ദൈനംദിന നടപടി വിശദീകരിച്ച 3 പേരിലൊരാളായ കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നാണ് വിജയ് ഷാ വിശേഷിപ്പിച്ചത്. മന്ത്രിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടെങ്കിലും അനങ്ങാതിരുന്ന ബി.ജെ.പി മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇടപെടലോടെയാണ് മുഖം രക്ഷിക്കൽ നടപടിക്ക് വേഗത കൂട്ടിയത്. ബി.ജെ.പി എം.എൽ.എ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം കേണൽ ഖുറേഷിയുടെ ഛത്തർപൂരിലെ നൌഗാവിലുള്ള തറവാട്ട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് പിന്തുണ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ റിപ്പോർട്ട് തേടിയത്. വിവാദം കൊഴുക്കുമ്പോഴും വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് നീക്കാൻ ബി.ജെ.പി തയ്യാറായിട്ടില്ല. ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുൻപായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചതെങ്കിലും കേസെടുത്തത് രാത്രി 11 മണിക്ക് മാത്രമാണ്. എഫ്ഐആർ എടുക്കാൻ നിർദ്ദേശിച്ചതിനെതിരെ വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കടുത്ത വിമർശനം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നുണ്ടായി. ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണമെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു. എന്ത് തരം പ്രസ്താവനകളാണ് മന്ത്രി നടത്തിയതെന്ന് ചോദിച്ച കോടതി രാജ്യം നിർണായക സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പരാമർശങ്ങളിൽ മാന്യത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയുടെ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ചോർച്ചയുണ്ടായെന്ന വാർത്തകൾ തള്ളി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി. ആണവോർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന സൈന്യത്തിന്റെ നിലപാട് ശരിവെക്കുന്നതാണ് ആണവോർജ്ജ ഏജൻസിയുടെ നിലപാട്. അതേസമയം തുർക്കിക്കെതിരെ ഇന്ത്യ ഉപരോധം ശക്തമാക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഇന്റർനാഷണൽ ന്യൂക്ലിയർ എനർജി ഏജൻസി ഇന്നലെ തന്നെ അവർ വ്യക്തമാക്കിയതാണ് ആണവ വികിരണം കിരാന ഹിൽസിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ നിലപാട് ശരിവെക്കുന്നതാണ്. അതേസമയം കിരാന ഹിൽസിന് സമീപം സ്ഫോടനമുണ്ടായി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുമുണ്ട്. എന്താണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? മഞ്ജുഷ, ഇതിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചു എന്ന ഒരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിലടക്കം നടന്നിരുന്നു. അവിടെ ആണവ ചോർച്ച ഉണ്ടായി എന്നത് സംബന്ധിച്ച ചില അഭ്യൂഹങ്ങളും പ്രചരിക്കപ്പെട്ടിരുന്നു. ഇതിനാണിപ്പോൾ ഔദ്യോഗിക തലത്തിലുള്ള വിശദീകരണം ഉണ്ടാവുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല, ഇത്തരത്തിലുള്ള ഒരു ആണവ ലീക്കും ഉണ്ടായിട്ടില്ല എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാനും ഒരു ലീക്കും അവിടെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം അവരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം തന്നെ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു ഈ ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിന്റെ നീക്കത്തിന്റെ ഭാഗമായി ഒരു സൈനിക നടപടിയും ആണവോർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയിട്ടില്ല എന്നത്. അത് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിൽ നിന്നും ഉണ്ടാവുന്നത് എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം. ഒപ്പം ഈ പാക് മാധ്യമങ്ങളിലും ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുമൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും ചിത്രങ്ങളും അടക്കം പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. എന്തായാലും അത്തരം നീക്കങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആണവോർജ്ജ ലീക്കുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ചു എന്ന ചില സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതെല്ലാം ഔദ്യോഗികമായി തന്നെ നിഷേധിക്കപ്പെടുകയാണ്. എന്തായാലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അത്തരമൊരു ലീക്ക് ഉണ്ടായിട്ടില്ല, അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം. ശരി, ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്.
മണിപ്പൂരിൽ 10 വിഘടനവാദികളെ വധിച്ച് സുരക്ഷാ സേന. മ്യാൻമാർ അതിർത്തിയോട് ചേർന്നുള്ള ചന്ദേൽ ജില്ലയിലെ സംതാൽ ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അസം റൈഫിൾസിന്റെ പരിശോധന. പ്രദേശത്ത് നിന്ന് വൻ ആയുധശേഖരം പിടികൂടിയിട്ടുണ്ട്. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ CRPF ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ. അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് കൊല്ലപ്പെട്ടത്. ആദ്യം അപകട മരണമെന്ന് കരുതിയെങ്കിലും CCTV ദൃശ്യം പുറത്തുവന്നതാണ് കേസിൽ നിർണായകമായത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത്. ഇന്നലെ രാത്രിയാണ് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് ഐവിൻ ജിജോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ CISF ജവാന്മാർ ഓടിച്ചിരുന്ന വാഹനത്തിൽ 1.5 കിലോമീറ്ററോളം ദൂരത്തോളം വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ബോണറ്റിന് മേൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അപകടത്തിൽപ്പെടുത്തി കൊലപ്പെടുത്തിയത്. അങ്ങനെയാണ്. അതിനുശേഷം ഈ ഭാഗത്താണ് ഐവിൻ വന്ന് വീണത്. വന്ന് എത്തിയപ്പോൾ തന്നെ വീണ ഭാഗത്തുനിന്ന് തന്നെ ഐവിനെ വണ്ടിയുടെ അടിവശത്ത്, അതായത് വണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ, ബോണറ്റിൽ പിടിച്ചു കിടക്കുന്ന ഐവിനായിരുന്നു, ആ ശരീരത്തിലൂടെ വണ്ടി അതിനടിയിൽപ്പെട്ട് വണ്ടി ഇഴച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ബീഹാർ സ്വദേശി മോഹൻകുമാറാണ്. അയാളെ പോലീസ് സ്ഥലത്ത് വെച്ച് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. നിരീക്ഷണത്തിലാണ് എന്നാണ് SP ആലുവ റൂറൽ SP ഹേമലത വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. ഈ രണ്ടുപേരും നിരീക്ഷണത്തിലാണ്. രണ്ടാമത്തെ ആളെ നാട്ടുകാർ മർദ്ദിച്ചിരുന്നു. മർദ്ദിച്ചാവശ്യനായ ആൾ ആശുപത്രിയിലാണ്. അദ്ദേഹത്തെ അയാളും അണ്ടർ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഐവിന്റെ ഫോൺ ഈ കാറിന്റെ ഫ്രണ്ടിൽ നിന്നും, ഇതാണ് ഐവിനെ വലിച്ചിഴച്ചു വന്നു എന്ന് പറയുന്ന ഈ സുസുക്കി എക്സ്പ്രസോ കാറിലാണ് ഐവിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. ഇതിന്റെ ബോണറ്റിലാണ് ഐവിനെ ഈ 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ ഐവിനെ ഇരുത്തിക്കൊണ്ടുവന്നത്. ഇതിന്റെ ബോണറ്റിലാണ്. ഇവിടെ ഈ തൂങ്ങിപ്പിടിച്ച് കിടക്കുകയായിരുന്നു ഐവിൻ. അതിനുശേഷം കാർ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്നും പോകാതിരിക്കാൻ ഐവിനെ ഈ ബോണറ്റിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ വണ്ടിക്കടിയിലേക്ക് പോയി എന്നിട്ടും ഒരു 100 മീറ്ററോളം ദൂരത്ത് അവർ വണ്ടി ഓടിച്ച് ഐവിന്റെ ശരീരം മുഴുവൻ, അതായത് ചികിത്സ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരം ചതഞ്ഞരിഞ്ഞു പോയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്തുനിന്നും ഐവിന്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. ഈ വൈപ്പറിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു ഫോൺ ഉണ്ടായിരുന്നതും. അതും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ ഫോണിൽ ദൃശ്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SP അത്തരം കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ് ഒക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ 2 ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ്. റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൊല്ലപ്പെട്ട യുവാവ് ഇതെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി, മൊബൈൽ പകർത്തി, അത്തരത്തിൽ വിവരമുണ്ടോ നമുക്ക്? നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തുകൊണ്ട് ഇവർ ഇവിടുത്തെ CISFന്റെ SIയും അവിടുത്തെ ഒരു കമ്പനീന്റെ റൈറ്ററായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ CISFോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്ത് ഫോൺ പരിശോധിച്ച ശേഷം അതിൽ കുറച്ച് ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമായതിനെ തുടർന്ന് അതും കൂടി കണക്കിലെടുത്തായിരിക്കും ഈ പരിശോധന നടക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരനാണ് ഈ മരിച്ച ഐവിൻ ജിജോ. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ ട്രാക്കിൽ യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് തെളിഞ്ഞു. ഇടവംതോട് പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി കുട്ടിരാജയാണ് അറസ്റ്റിലായത്. തൂത്തുക്കുടി സ്വദേശി സെന്തിൽ കുമാറാണ് കൊല്ലപ്പെട്ടത്. ട്രെയിൻ യാത്രയ്ക്കിടെയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമായത്. വാതിലിനോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന സെന്തിൽ കുമാറിനെ കുട്ടിരാജ ആക്രമിക്കാൻ എത്തിയപ്പോൾ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. സംഭവ സമയം മദ്യലഹരിയിലായിരുന്നു പ്രതി. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഏപ്രിൽ 15 ഉച്ചയ്ക്ക് 12:45 മക്കളുമായി പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ പിടിയിലായത് ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവും ഇപ്പോൾ ജയിലിലാണ്. വീട്ടിൽ പലതവണ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതോടെയായിരുന്നു ജിസ്മോൾ കുട്ടികളുമായി പുഴയിൽ ചാടിയത്. ഈ സംഭവം വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇതാദ്യമായി പുറത്തുവന്നത്. ജിസ്മോളെയും മൂത്തമകൾ നേഹയെയും ദൃശ്യത്തിൽ വ്യക്തമായി കാണാം. ഇളയ മകൾ നോറയെ സ്കൂട്ടറിന്റെ മുന്നിലെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തിക്കൊണ്ടുപോയി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.
ഉച്ചയ്ക്ക് 12:45 വീടിന് സമീപത്തുള്ള റോഡിൽ കൂടി പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ജിസ്മോളെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം ബന്ധുക്കൾക്കുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ആത്മഹത്യ എങ്ങനെയെന്നതിന് കൂടുതൽ വ്യക്തത വരികയാണ്. സംഭവത്തിൽ 3 പേരും പുഴയിലെ വെള്ളം കുടിച്ചാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ മറ്റു പരിക്കുകളില്ല എന്നും പരിശോധനയിൽ വ്യക്തമായിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോസ്മെറ്റിക് സർജറിക്ക് വിധേയയായ യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസ്. ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പോലീസ് അംഗീകരിക്കില്ല. ആശുപത്രിക്കെതിരായ തുടർ നടപടിക്ക് നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം. കോസ്മെറ്റിക് ചികിത്സയിൽ ആശുപത്രിയെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. ക്ലിനിക്കിനോ ഡോക്ടർക്കോ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കാത്തതാണ് റിപ്പോർട്ട്. യുവതിക്ക് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്താണെന്ന് പോലും വ്യക്തതയില്ല. ശസ്ത്രക്രിയയുടെ പിറ്റേ ദിവസം അസഹനീയമായ ക്ഷീണത്തെ തുടർന്ന് ചികിത്സ തേടിയപ്പോൾ അടിയന്തരമായി തുടർ ചികിത്സ നൽകാതിരുന്നതിൽ മാത്രമാണ് കഴക്കൂട്ടം കുളത്തൂരിലുള്ള കോസ്മെറ്റിക് ക്ലിനിക്കിനെ മെഡിക്കൽ ബോർഡ് അല്പമെങ്കിലും കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പോലീസ്. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ കൃത്യമായ നിഗമനങ്ങളില്ല. പല സംശയങ്ങൾക്കും ഉത്തരമില്ല. സാധാരണഗതിയിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച കേസുകളിൽ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ നിഗമനത്തിൽ എത്തുക. എന്നാൽ നീതുവിന് നേരിട്ട ഗുരുതര ചികിത്സാ പിഴവിൽ തുടരന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കഴക്കൂട്ടം ACP JK ദിനിലിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. നിയമോപദേശം തേടിയ ശേഷമാകും തുടർ നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിനെ പിടികൂടാതെ പോലീസ്. അറസ്റ്റ് ഒഴിവാക്കാൻ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇയാളുടെ രാഷ്ട്രീയ ബന്ധത്തെ ചൊല്ലിയും ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാവുകയാണ്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചതിന് 3-ാം ദിവസവും പ്രതിയായ ബെയിലിൻ ദാസിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അക്രമത്തിന് ശേഷം മണിക്കൂറുകളോളം ഇയാൾ കോടതി വളപ്പിലുണ്ടായിരുന്നു. അപ്പോഴും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ പോലീസിനെ തടയുകയായിരുന്നു. അറസ്റ്റിനായി പോലീസ് ശ്രമിക്കുന്നതിനിടെ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ബാർ കൗൺസിലും ഇയാൾക്കെതിരെ കൂടുതൽ നടപടിയെടുത്തേക്കും. ബെയിലിൻ ദാസിനെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നതിനെ ചൊല്ലിയും ഇയാളുടെ രാഷ്ട്രീയ ചായ്വ് എന്തെന്നത് സംബന്ധിച്ചും വിവാദം ചൂടുപിടിക്കുകയാണ്. അഭിഭാഷകനെ CPM സംരക്ഷിക്കുകയാണെന്ന് ഇന്നലെ BJP ആരോപിച്ചിരുന്നു. പാർട്ടി ബന്ധു കൂടിയായ ബെയിലിനെ സംരക്ഷിക്കാൻ സർക്കാരും പോലീസും ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബെയിലിൻ ദാസ് പൂന്തുറ വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായി ഇയാൾ കോൺഗ്രസിനൊപ്പമാണെന്നാണ് CPM വിശദീകരണം. ബാർ അസോസിയേഷനിലും കോൺഗ്രസും BJPയും ഉൾപ്പെട്ട സംഘടനയിലാണ് ബെയിലിൻ പ്രവർത്തിക്കുന്നതെന്നും CPM വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതിയുടെ നിർണായക നീക്കം. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച് ദ്രൗപദി മുർമു കോടതിയോട് 14 ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാൻ ആകുമോയെന്ന് രാഷ്ട്രപതി ചോദിക്കുന്നുണ്ട്. നീതിന്യായ ചരിത്രത്തിൽ നിർണായകമാകുന്ന നീക്കത്തിനാണ് രാഷ്ട്രപതി തുടക്കം കുറിച്ചത്. സമയപരിധി നിശ്ചയിച്ച വിധിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ 143(1) അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി വ്യക്തമാക്കുന്നു. ഭരണഘടനയുടെ 361 അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ഈ തീരുമാനങ്ങൾക്ക് ബാധകമല്ലേ? ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധിയും എങ്ങനെ തീരുമാനമെടുക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്നും ചോദിക്കുന്നു. ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഭരണഘടനയുടെ 143 അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ? ബില്ലുകൾ നിയമമാകുന്നതിനു മുമ്പ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ രാഷ്ട്രപതി ഉന്നയിക്കുന്നു. ബില്ലുകളിൽ രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് സുപ്രീം കോടതി വ്യത്യസ്ത വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ 143(1) അനുച്ഛേദ പ്രകാരം താൻ ഇക്കാര്യത്തിൽ വ്യക്തത തേടുന്നതെന്ന് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസുമാരായ GB പാർട്ടിവാല,
ആർ മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു വിധി. എന്നാൽ വിധിക്കെതിരെ സർക്കാരിന് പുനഃപരിശോധനാ ഹർജി നൽകാമായിരുന്നെങ്കിലും ഹർജി അതേ ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്നതിനാൽ അനുകൂല ഉത്തരവുണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും രാഷ്ട്രപതിയെ സന്ദർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സുപ്രീം കോടതിയോട് വ്യക്തത തേടിയുള്ള രാഷ്ട്രപതിയുടെ നിർണായക നീക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി സുപ്രീം കോടതി. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനായി പ്രാഥമിക വാദം ചൊവ്വാഴ്ച നടക്കും. പുതിയ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റേതാണ് നടപടി. നിയമം പൂർണ്ണമായോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിനെതിരെ സമസ്തയും മുസ്ലിം ലീഗും നൽകിയ എതിർ സത്യവാങ്മൂലവും കോടതി അന്നേ ദിവസം പരിഗണിക്കും. റാപ്പർ വേടനെതിരായ വിവാദ പരാമർശത്തിൽ ഉറച്ച് RSS മാസിക കേസരിയുടെ പത്രാധിപർ ഡോക്ടർ NR മധു. വേടന്റെ ഗാനങ്ങൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണ്. എന്നാൽ വേടൻ വിഘടനവാദിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാർ വേടനെ ഉപകരണമാക്കുന്നുവെന്നാണ് ഉദ്ദേശിച്ചതെന്നും NR മധു ന്യൂസ് 18 മോർണിംഗ് ഷോയിൽ പറഞ്ഞു. ഞാന് വേടൻ വിഘടനവാദിയാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. വിഘടനവാദികളുടെ കൈകളിലെ ഉപകരണമായി അദ്ദേഹം മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പാട്ടുകളില്, അതിന്റെ സാഹിത്യത്തില് അദ്ദേഹം ഉന്നയിക്കുന്നത് സിറിയ നിൻ മാറിലെ മുറിവിനെ കുറിച്ച് അദ്ദേഹം വേദനിക്കുന്നുണ്ട്. ലങ്കയിൽ ദാഹം മാറാതെ അലഞ്ഞു നടക്കുന്ന പുലികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പുലികൾ ഏതാണ്? LTT-കാരാണ്. സോമാലിയയിലെ ബാല്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. വയനാട്ടിലെ വനവാസി പട്ടിണി കിടന്ന് മരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഇത്രയൊക്കെ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ കഴിയുന്നയാൾ പാലസ്തീന്റെ പതാക ഉയർത്തുന്നു. ഇതിന്റെ പിന്നില്, ഈ സാഹിത്യങ്ങളുടെ പിന്നിൽ വ്യക്തമായ പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ സംശയം. ഇതൊക്കെ വളരെ സ്പഷ്ടമായ അജണ്ടയാണ്. ഇതിനെയാണ് ഞാൻ ഭീകരവാദം എന്ന് വിളിക്കുന്നത്. ഷവർമ കഴിച്ചു മരിക്കുന്നവരെല്ലാം വർമ്മമാരാണ് എന്ന പരാമർശം NR മധു തിരുത്തി. താൻ ആലങ്കാരികമായി പറഞ്ഞതാണെന്നും എന്നാൽ ഷവർമ കഴിച്ചു മരിച്ചതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണെന്നത് വാസ്തവമാണെന്നും NR മധു പറഞ്ഞു. സാമൂഹ്യമാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉയരുന്ന പരിഹാസങ്ങൾ തള്ളിക്കളയുകയാണെന്നും ഇത്തരം പരാമർശങ്ങൾ തുടരുമെന്നും NR മധു പറഞ്ഞു. അമിതമായ മാംസാഹാരം അത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഷവർമയെ സംബന്ധിച്ച് കഴിക്കുന്നതൊക്കെ വർമ്മമാരാണ്, മരിക്കുന്നതൊക്കെ വർമ്മമാരാണ് എന്ന് പറഞ്ഞതിന്റെ പരിഹാസം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോയത് എന്റെ കുറ്റമല്ല. ഭൂരിഭാഗവും അതിൽ മരിച്ചത് ഹിന്ദുക്കൾ ആയതുകൊണ്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന മുസ്ലിങ്ങളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ മാംസം കഴിക്കുന്ന ഹിന്ദുക്കളാണ്. ഷവർമ കഴിച്ച് കേരളത്തിൽ എത്ര പേര് മരിച്ചു? അതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8610, പവന് 68,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7095, പവന് 56,760. വെള്ളി ഗ്രാമിന് 107, കിലോയ്ക്ക് 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.